ഞങ്ങൾ കോട്ടയം ജില്ലയിൽ സിലോൺ കവലയിൽ ഷിബുബായിക്കും ലിനി മേഡത്തിനും അതേപോലെ തന്നെ അവരുടെ 2 മക്കൾക്കും വേണ്ടി ഉണ്ടാക്കിയൊരു വീടാട്ടോ. ഷിബുബായി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? വളരെ സന്തോഷം. 1980 സ്ക്വയർ ഫീറ്റില്ല നമ്മുടെ വീട്. 1980 സ്ക്വയർ ഫീറ്റിൽ എത്ര ബെഡ്റൂമിലാണ് എടുക്കണം? ഞങ്ങൾ 4 ബെഡ്റൂം. ഞാൻ 3 ബെഡ്റൂം പറഞ്ഞു, നിങ്ങളത് 4 ബെഡ്റൂം ആക്കി. എത്ര സെന്റ് സ്ഥലത്തിലത്? 10 സെന്റ്. 10 സെന്റ് സ്ഥലത്തിൽ. ഓക്കെ. എന്താണ് വീടിനെ പറ്റിയ അഭിപ്രായങ്ങൾ? എന്തൊക്കെ ആൾക്കാർ പറഞ്ഞേക്കുന്നത്? അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാല് പിന്നെ എൻ്റെ കൂടെ എനിക്ക് പരിചയമുള്ളവരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒരു വീട് അവരുടെ മനസ്സിൽ പോലും അവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവർ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് ആരാ ചെയ്തതെന്നുള്ളതാണ് അവർക്കറിയേണ്ടത്. അപ്പോൾ ഇത് ആരെ ഏൽപ്പിച്ചത്, എവിടെയുള്ളവരാണ്, ഇത് ഭയങ്കര അടിപൊളിയായി പോയി എന്ന് പറഞ്ഞത് എല്ലാവർക്കും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി പോയി. ഇപ്പം ലിനിയെ തന്നെ വിളിച്ചും ഈ പിന്നെ ഇതിൻ്റെ പ്ലാനിങ് ഒന്ന് കൊടുക്കുവാന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അതില്ല, ഞങ്ങൾ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ചെറുതുരുത്തിയിലുള്ള ഒരു BP സലീം എന്ന് പറയുന്ന ഒരു ഞങ്ങളങ്ങനെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു. ഇക്കയെ കൊണ്ടാണ് ജയിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും നമ്പർ വേണം. എല്ലാവരും ആരെങ്കിലുമൊക്കെ വിളിച്ചതെന്ന് എനിക്കറിയില്ല. കുറേ പേര് വിളിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ, അതായത് എനിക്ക് തോന്നുന്നു ഈ വൈക്കം ഏരിയയിലുള്ള കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ പോലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വീട് വെക്കാനുള്ള ആഗ്രഹം. നിങ്ങളൊന്ന് ഇവരെ പരിചയപ്പെടുത്തി. വൈഫ് എവിടെ ജോലി ചെയ്യുന്നത്, ലച്ചു എവിടെയാണുള്ളത്, മോനെ എവിടെയാണ് ഇതുള്ളത്, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തും. ഇതെൻ്റെ വൈഫ് ലിനി, പുള്ളിക്കാരി ഇറ്റലിയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ മോള് ഭുവനയ, പുള്ളിക്കാരി BSc നഴ്സിംഗ് കഴിഞ്ഞു, ഇപ്പോൾ ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുവാണ്. എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പുള്ളിക്കാരി കയറാനായിട്ട് അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുക. മോൻ +2 കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. ഇനി ഒരു ഹയർ സ്റ്റഡീസിലേക്ക് നോക്കണം. ഞാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് ശരിക്കും നിങ്ങളുടെ വീട് വൈക്കത്തായിരുന്നു? ഞങ്ങളുടെ വീട് വൈക്കത്തായിരുന്നു. അവിടുന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ 2 റൂം എടുക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ അത്തരം ഒരു എന്നാ പറയുക, ഒരു കാലഘട്ടത്തിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ സലിമിക്ക ഒന്ന് പരിചയപ്പെട്ടു. പക്ഷെ ഞങ്ങൾ വീട് കാണാൻ വേണ്ടി അതെ അവിടെ വന്നു. അപ്പൊ വീട് പിന്നെ നമ്മൾ അത് വേണ്ട, വരുന്ന നഷ്ടങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പുതിയൊരു പിന്നെ നമ്മൾ പ്രോപ്പർട്ടി മേടിക്കാൻ കുറച്ച് സമയം എടുത്തു അല്ലേ? അതെ പ്രോപ്പർട്ടി മേടിക്കാൻ സമയം എടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല, ഒരുപാട് സമയമൊന്നും എടുത്തില്ല. എനിക്ക് തോന്നുന്നു അങ്ങേറ്റം വന്ന ഒരു 2 വർഷത്തിനുള്ളിൽ നമ്മളിവിടെ ഇതെല്ലാം സെറ്റായി. കാരണം നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് പോലും ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് പോലും നമ്മൾ ആരും വിചാരിച്ചതല്ല. ഇതിന്റെ ഒരു ഈ 3D ഡിസൈൻസും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സൈറ്റ് വന്ന് കണ്ടിട്ട് സൈറ്റിന് അനുയോജ്യമാകുന്ന രീതിയിൽ മാക്സിമം സ്പേസ് ഉപയോഗിച്ചിട്ട് വളരെ വലുതാക്കിയിട്ട് റെക്ടാങ്കിൾ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു 3D കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഭയങ്കര ഇമ്പ്രസീവായി പോയി. ശരിക്കും ഞങ്ങൾക്ക് ഇത്ര വീട് വേണമെന്ന് തോന്നിയത് തന്നെ അപ്പോഴാണ് ശരിക്കും പറഞ്ഞത്. അത്രയും നാൾ ഞങ്ങൾ അങ്ങനെ ഒരു വീട് ഒന്നും ഞങ്ങളുടെ ചിന്തയിൽ ഇല്ലായിരുന്നു ശരിക്കും. അത് മാത്രമല്ല, ഈ വീട് ഒരു ഹൈലൈറ്റ് ആട്ടോ. പിന്നെ അതൊരു പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ വീട് ഈ സ്ഥലത്തിൽ അല്ലാതെ വേറൊരു സ്ഥലത്തിലേക്ക് ഈ വീട് സൂട്ടബിൾ ആവില്ല. അത് ഉറപ്പാണ് പറയാം. നമുക്കൊന്ന് ബാക്കിയുള്ള കാര്യങ്ങളെ ഒന്ന് ഇവരെന്നെ നമുക്ക് പരിചയപ്പെടുത്തട്ടെ. ഞങ്ങൾ ഈ വീട് വെക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു മുറ്റത്തിന് ഒരു സ്പേസ് വേണം, അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെ നമ്മുടെ സലീമിക്ക അത് നല്ല രീതിയിൽ തന്നെ നമുക്കത് ചെയ്തു തന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ കാർ പോർച്ച് ആണെങ്കിലും നേരത്തെ നമുക്കൊരു സാധാരണ രീതിയിലുള്ള ഒരു കാർ പോർച്ച് ആയിരുന്നു സലീമിക്ക ആദ്യം കാണിച്ചു തന്നിരുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും നമ്മളുടെ വീടിനോട് ചേർന്ന് നമുക്കതൊരു ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ പിന്നെ സലീമിക്കയോട് പറഞ്ഞപ്പോൾ സലീമിക്ക അത് ഒരു 2 വണ്ടി നിർത്തത്തക്ക രീതിയിൽ നമുക്ക് ഇങ്ങനെയൊരു റൂഫ് വർക്ക് ചരിച്ച രീതിയിൽ നമുക്കതങ്ങനെ ചെയ്ത്
തന്നു. അതും ഒരു നല്ല രീതിയിൽ തന്നെയാണ് സലിമിക്ക നല്ല രീതിയിൽ തന്നെ നമുക്കത് ചെയ്തു. നമ്മുടെ വീടിൻ്റെ അതേ ആ ഒരു കൊളോണിയൽ ഷേപ്പിൽ തന്നെ ആ കാർ പോർച്ചും അതുപോലെ തന്നെ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ കൂടുതൽ നമ്മുടെ ഈ വീടിന് ഒരു അട്രാക്ഷൻ ശരിക്കും വന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ കാർ പോർച്ചിലെന്ന് പറഞ്ഞാൽ 2 അല്ല 3 കാറ് വേണമെങ്കിൽ നമുക്ക് കയറ്റിയിടാം. ഇപ്പം തന്നെ 2 കാറും അതുപോലെ 2-3 ബൈക്കുകളൊക്കെ നമുക്ക് സുഖമായിട്ട് അതിനകത്ത് പാർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സിറ്റ് ഔട്ട്, അവിടെ തന്നെ നമ്മുടെ ഷൂ റാക്ക്, 2 പേർക്ക് ഇരിക്കാനുള്ള ചെയർ, ഇങ്ങനെ നല്ല രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റൊക്കെ വന്നിരിക്കുന്നത്. അപ്പം അതൊക്കെ വളരെ എന്താ പറയുക, ഞങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് സലിമിക്ക അതൊക്കെ കണ്ടുകൊണ്ട് അതെല്ലാം ചെയ്തു തന്നിട്ടുള്ളത്. നമുക്കിങ്ങോട്ട് കയറി വരുന്ന ഇതിൽ തന്നെ നമുക്കൊരു പൂജാ സ്പേസ് വേണമെന്ന് നമ്മളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതും നമുക്കിങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഇല്ലായിരുന്നു, ഇത് പുറത്തേക്ക് വരുന്ന ഒരു സ്പേസ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ സലിമിക്കയോട് ഇങ്ങനെ ചോദിച്ചു, സലിമിക്ക നമുക്കൊരു പൂജാ സ്പേസ് എവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സലിമിക്ക അന്നേരം പറഞ്ഞു, അന്നേരം തന്നെ ഒരു തിരുമേനിയോട് വിളിച്ച് ചോദിച്ചിട്ട് സലിമിക്ക അന്നേരം പറഞ്ഞു, നമുക്ക് ഈ സ്പേസ് നമുക്ക് ഇങ്ങോട്ട് അകത്തേക്ക് ആക്കി എടുത്തിട്ട് നമുക്കിവിടെ ഒരു പൂജാ സ്പേസ് ആക്കി തരാം, അത് നല്ലൊരു ഇതായിരുന്നു എന്ന് പറഞ്ഞു. അത് ശരിക്കും നല്ലൊരു ഇത് തന്നെയാണ്, നമുക്കത് സലിമിക്ക നല്ല രീതിയിൽ തന്നെയാണ് നമുക്കത് ചെയ്തു തന്നിരിക്കുന്നത്. അതിന് റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് വരുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഈ പൂജാമുട്ടിയുടെ നേരെ എതിർവശത്ത് തന്നെയായിട്ടാണ് നമുക്കൊരു ലിവിങ് സ്പേസ് ഇവിടെ നമുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു ലിവിങ് സ്പേസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പം നമുക്ക് ബേ വിൻഡോ ഉണ്ട്, അത് തന്നെയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അതും നമുക്ക് ഇല്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ സലിമിക്ക അത് പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞു, അവിടെ ഒരു സ്പേസ് അങ്ങനെ ഒരു ബേ വിൻഡോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഇരിക്കാനായിട്ട് ഒരു കുറച്ച് പേര് വരുവാണെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് സലിമിക്ക തന്നെ പ്രത്യേകമായിട്ട് അത് ചെയ്തു തന്നാണ്. അതേപോലെയാണെങ്കിലും നമ്മുടെ TV യൂണിറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു TV യൂണിറ്റ് വേണമെന്നുള്ളത്. അതും സലിമിക്കയോട് പറഞ്ഞപ്പോൾ തന്നെ സലിമിക്ക പറഞ്ഞു അത് അത്രയും നല്ല രീതിയിൽ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു TV യൂണിറ്റാണ് നമുക്കിവിടെ ചെയ്തു തന്നിരിക്കുന്നത്. ഇതെൻ്റെ പപ്പയും അമ്മയാണ്. പപ്പയും അമ്മയും താമസിക്കുന്നത് പാലായിലാണ്. ഈ വീടിനെ പറ്റി എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? പിന്നെ നല്ല വീടല്ലേ, നല്ല അഭിപ്രായം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് കോർട്ട്യാർഡിൻ്റെ കാര്യവും ഇതിൻ്റെ സൈഡ് റോഡുമായിട്ടുള്ള ബന്ധവും നല്ല എല്ലാ തരത്തിലും എല്ലാ ഭംഗിയായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. നല്ല വീട്. പിന്നെ ഇങ്ങനെ ഒരു ഭവനം ഉണ്ടാക്കാൻ സാധിച്ചത് തമ്പുരാനോട് ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് സലീമക്കായോടും ഷെമീർക്കായോടും ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും നല്ല രീതിയിൽ നന്ദി രേഖപ്പെടുത്തുക. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇങ്ങനെയൊരു ടേബിൾ നമ്മളത് സലിമിക്കയോട് പറഞ്ഞ് സലിമിക്ക അത് ലാസ്റ്റ് നിമിഷം അത് വേറൊരു ടേബിളായിരുന്നു നമുക്കിത് നമ്മുടെ ഇൻറ്റീരിയർ കാണിച്ചപ്പോൾ തന്നിരുന്നത്, 3D കാണിച്ചപ്പോൾ തന്നിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഒരു അഭിപ്രായം സലിമിക്കയോട് പറഞ്ഞപ്പോഴത്തേക്ക് സലിമിക്ക അത് ഇത്രയൊരു നല്ലൊരു ടേബിൾ നമുക്ക് ചെയ്തു തന്നു. നമ്മുടെ ഈ ഡൈനിങ് ഹാളിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിളും ചെയറൊക്കെയാണ് തയ്യാറാക്കി തന്നിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു, നമുക്കിങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ളത്. അങ്ങനെ സലിമിക്കയോട് നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളിങ്ങനെ നമുക്കൊരു ഓപ്പൺ കിച്ചണാണ് അതാണ് നമ്മളുടെ ഒരു താല്പര്യം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് തന്നെ സലിമിക്ക നല്ലൊരു ഓപ്പൺ കിച്ചൺ തന്നെ നല്ലൊരു കിച്ചൺ തന്നെ നമുക്കത് ചെയ്തു തന്നു. അതേപോലെ തന്നെ നമുക്കിങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും നമുക്ക് വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതും സലിമിക്ക നല്ല രീതിയിൽ തന്നെ, എൻ്റെ അടുത്ത് ഒരു കുറവും പറയാനില്ല, നല്ല രീതിയിൽ തന്നെ നമുക്കത് ഉള്ള സ്പേസിൽ എത്ര മനോഹരമാക്കാമോ അതുപോലെ അത്രയും മനോഹരമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഡൈനിങ് ഹാളാണെങ്കിലും ഓപ്പൺ കിച്ചൺ ആണെങ്കിലും ഇനി പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ റൂമുകളും നമുക്ക് പണിത് തന്നിട്ടുള്ളത്. ഈ കബോർഡിൻ്റെ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ഈ കളറുകൾ സലിമിക്ക നമുക്ക് 1-2 നമുക്ക് കളറ് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് അയച്ചു തന്നിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കളറ് നമുക്കിതായിരുന്നു. അങ്ങനെ നമ്മളത് സലിമിക്കയോട് പറഞ്ഞു, സലിമിക്ക നമുക്ക് ഈ കളറാണ് നമുക്ക് താല്പര്യപ്പെട്ടതെന്ന് പറഞ്ഞു. അന്നേരം തന്നെ സലിമിക്ക അത് അന്ന് ഓക്കെ എന്ന് പറഞ്ഞു, അതങ്ങനെ ചെയ്തു തന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഒരു വാഷ് ബേസിനാണെങ്കിലും അത് എനിക്കിങ്ങനെ ഒരു വാഷ് ബേസ് വേണമെന്നുള്ളത് ഞാൻ സലിമിക്കയോട് സജസ്റ്റ് ചെയ്തതായിരുന്നു. അത് സലിമിക്ക നന്നായിട്ട് തന്നെ നമുക്കത് ചെയ്തു തന്നു.
അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രോളി യൂണിറ്റ്, ഞാൻ ഇങ്ങനെ ഒരു ട്രോളി യൂണിറ്റിൻ്റെ കാര്യം ഞാൻ സലമിക്കയുടെ വീഡിയോയിൽ തന്നെയാണ് ഞാനിത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ സലമിക്കയോട് പറഞ്ഞു, സലമിക്ക എനിക്കിങ്ങനെ ഒരു ട്രോളി യൂണിറ്റ് നമുക്ക് അത് നല്ലതാണ്. കാരണം നമുക്കൊരു വേറൊരു സ്പേസ് നമുക്കില്ല, ഈ കബോർഡുകളല്ലാതെ നമുക്ക് നമ്മളുടെ ഈ സാധനങ്ങൾ വെക്കാനായിട്ടൊരു സ്പേസ് ഇല്ല, സ്റ്റോർ റൂം ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒരു ട്രോളി യൂണിറ്റിൻ്റെ കാര്യം പറഞ്ഞു. അത് ശരിക്കും നമുക്ക് ഒരു കിച്ചണിൽ ഞാൻ നോക്കിയിട്ട് അത് അത്യാവശ്യമാണ്, നല്ലൊരു കാര്യം തന്നെയാണത്. കാരണം നമ്മുടെ എല്ലാ കണ്ടെയ്നേഴ്സ് എല്ലാം ആണെങ്കിലും നമുക്കെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു അതിന് സ്പേസും ഉണ്ട്, നല്ല രീതിയിലുള്ള സ്പേസും ഉണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ സലമിക്ക നമുക്കത് ചെയ്തു തന്നു. ഇത് ട്രോളി യൂണിറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അത് നമുക്ക് മിക്സിയോ അല്ലെങ്കിൽ ഓവനോ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസാണ്. അതേപോലെ തന്നെ നമുക്ക് ഇത് ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ അപ്പുറത്തൊരു വർക്ക് ഏരിയ ആയിട്ട് നമുക്കുണ്ട്. അവിടെയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ എല്ലാം കുക്ക് ചെയ്യുന്നതെല്ലാം നമ്മൾ ആ വർക്ക് ഏരിയയിലാണ്. ഈ കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സ്പേസ് ഉണ്ട്. അത് നമ്മുടെ ഒരു കോർട്ട്യാർഡാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന TV യൂണിറ്റ്, അത് ശരിക്കും നമുക്ക് നല്ലൊരു പ്രയോജനമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഡൈനിങ് ഹാളിൽ ഇരുന്ന് നമ്മൾ ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് TV കാണാനായിട്ടും എല്ലാം നമുക്ക് സാധിക്കും. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ഡൈനിങ് ഹാൾ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വാഷ് ബേസിൻ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ്റെ എന്ന് പറഞ്ഞാൽ ആ വാഷ് ബേസിൻ്റെ ആ ഒരു ക്രമീകരണങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്റ്റൈലിലൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടൈൽ വർക്ക് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് 3Dയിൽ സലമിക്ക ചെയ്ത് കാണിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ്. അതിൻ്റെ അകത്തൊരു ഒരു മാറ്റങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമുക്കതുപോലെ തന്നെ വേണമെന്നുമായിരുന്നു കേട്ടോ. അത് പറഞ്ഞപ്പോഴാണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു നമുക്കത് ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് വേണം സലമിക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ സലമിക്ക അത് ആ 3Dയിൽ കാണിച്ച അതേ ടൈൽ അതേപോലെ തന്നെ നമുക്കത് ചെയ്തു തന്നു. അത് ഭയങ്കര അട്രാക്റ്റീവാണ്. കാരണം ഇവിടെ വന്നിരുന്ന ആൾക്കാരെല്ലാം പറഞ്ഞു ഈ വാഷ് ഏരിയയുടെ അവിടെ നല്ല ഭംഗിയുണ്ടെന്ന് ഇവിടെ വന്ന ആൾക്കാരെല്ലാം നമ്മളോട് അത് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ മുകളിലോട്ടൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് 2 റൂം വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് 2 റൂം നമ്മൾ മുകളിലും ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 ബെഡ്റൂമും ഒരേ വലിപ്പം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്കെപ്പോഴും സലമിക്കയോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് താല്പര്യം. എല്ലാം ലൈറ്റ് ഷെയ്ഡായിരുന്നു നമുക്ക് താല്പര്യം. അപ്പോൾ സലമിക്ക നമ്മളോട് ഇങ്ങനെ ചോദിച്ചു കളറിന് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ലൈറ്റ് ഷെയ്ഡ്, നമുക്ക് റൂമിലൊക്കെ ആണെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് വേണം, അങ്ങനെ ഒരു കാമായിട്ടുള്ളൊരു ഇതായിരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അത് സലമിക്ക നല്ല രീതിയിൽ തന്നെ നല്ല ഒരു ലൈറ്റ് ഷെയ്ഡാണ് നമുക്കിവിടെ അത് ചെയ്തു തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയത്തക്ക എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ബേ വിൻഡോ ചെയ്തു തന്നത്. അത് നമുക്കിവിടെ ഒന്ന് ഇരുന്ന് സംസാരിക്കാനായിട്ടും ഒക്കെ നമുക്കൊരു നല്ലൊരു ഇതാണ് നമുക്ക് ചെയ്തു തന്നത്. കാരണം നമുക്ക് വെറുതെ ആണെങ്കിലും ഇപ്പോൾ ബെഡിൽ നമ്മളെപ്പോഴും കട്ടിലൊന്നും നമ്മൾ അങ്ങനെ ഇരിക്കില്ല. നമുക്കിവിടെ വന്നത് ചുമ്മാ ഒന്ന് നമുക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്പേസ് തന്നെയാണ് നമുക്കിവിടെ ഒരു ബേ വിൻഡോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് 4 കള്ളിയുള്ള ഒരു വാൾഡ്രോബ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ റൂമിലും നമ്മൾ വാൾഡ്രോബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ, അതും സലമിക്ക അത് നല്ല രീതിയിൽ, അത് നമ്മൾ പറഞ്ഞതൊന്നുമല്ല, അത് പക്ഷേ സലമിക്ക നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ റൂമിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരു മിറർ യൂണിറ്റാണ്. ആ മിറർ യൂണിറ്റ് അതുപോലെ തന്നെ നമ്മുടെ ബെഡിൻ്റെ 2 സൈഡിലായിട്ട് 2 സൈഡ് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഒരു റൂമിൽ ഉൾക്കൊള്ളിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ ബെഡ്റൂമിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ്, കോട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ A to Z എന്ന് പറഞ്ഞാൽ ആ റൂമിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് BPs നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ളത്. ഇത് താഴത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇതെൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് നിർമ്മിച്ച ബെഡ്റൂമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാ റൂമിലും ഉള്ള പോലെ തന്നെ മറ്റേ റൂമിലും കാണിച്ചതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഈ റൂമിലും ഉണ്ട്. ബേ വിൻഡോ ഉണ്ട്, വാൾഡ്രോബുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, മിറർ യൂണിറ്റ് ഉണ്ട്, സൈഡ് ടേബിളുണ്ട്, എല്ലാം ആ റൂമിലെ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇതിലുമുണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെപ്പിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ലൈറ്റുകൾ ഒരു വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളാണ്. അതുപോലെ തന്നെ ഈ GEൻ്റെ ഇതുകൊണ്ടുള്ള ആ സ്റ്റെപ്പിൻ്റെ സൈഡിലുള്ള
ഹാൻഡ് റെയില്, അതുപോലെ തന്നെ നമുക്കൊരു പകൽ സമയങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് വെട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു വിൻഡോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ റൂമിനൊക്കെ ഇട്ടിരിക്കുന്ന ടൈലിനോട് ഒന്ന് മാച്ച് ചെയ്യത്തക്ക രീതിയിൽ ഒരു വുഡൻ സ്റ്റൈലിലുള്ളൊരു ടൈലൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ സ്റ്റെപ്പ് നമുക്ക് നിർമ്മിച്ചു തന്നിട്ടുള്ളത്. ഇത് നമ്മൾ സ്റ്റെയർ കയറി വരുന്ന നമ്മുടെ ഒരു സ്പേസാണ്. അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു മോൻ്റെ ബെഡ്റൂമാണ്, 2 ബെഡ്റൂമുണ്ട് നമുക്കിവിടെ. ഇതിപ്പോൾ ഞങ്ങളുടെ മോന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു റൂമാണ്. അവൻ്റെ ആഗ്രഹപ്രകാരം അവൻ്റെ ആ ഒരു കളർ കോംബോയും മറ്റ് സൗകര്യങ്ങളും എല്ലാം നമ്മുടെ താഴെയുള്ള മറ്റ് റൂമുകളിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണെങ്കിലും കുറേയൊക്കെ വ്യത്യാസപ്പെടുത്തി ഒരു നല്ല പാറ്റേണിൽ ചെയ്തിരിക്കുന്ന ഒരു റൂം തന്നെയാണിത്. ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു വാഷ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മിററുണ്ട്, സൈഡ് ബോക്സുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ബാൽക്കണിയാണ്. ഇപ്പം മറ്റൊരു നമ്മുടെ താഴത്തെ 2 റൂമുകൾക്ക് നമ്മൾ ഒരു ബേ വിൻഡോ ആണ് തന്നിരിക്കണമെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിലെ 2 റൂമുകൾക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ബാൽക്കണിയാണ്. ഇപ്പം നമ്മൾ പകൽ സമയങ്ങളിൽ വൈകുന്നേരമൊക്കെ ആയാലും നമുക്കൊന്ന് നമ്മുടെ ബെഡ്റൂം വിട്ട് പുറത്തൊന്നിരിക്കണമെന്ന് തോന്നിയാൽ പോലും നമുക്ക് വന്നിരിക്കാനായിട്ട് 2 പിന്നെ ബാൽക്കണി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ടൈം ബോറടിക്കുകയില്ല നമുക്ക്. ആ രീതിയിലാണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. ഈ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡ് കാണാം, പിന്നെ വാഹനങ്ങൾ പോകുന്നതും അങ്ങനെ ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് ഈ ഒരു ബാൽക്കണിയിലിരുന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ടുള്ള ബെഡ്റൂം, അതായത് 4ാമത്തേതായിട്ട് വരുന്ന ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിന് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബാൽക്കണി, ഈ സൈഡിലായിട്ടൊരു ബാൽക്കണി ഉണ്ട്. എന്തുകൊണ്ടും എല്ലാ റൂമിലും ഞങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്നും ഒരു കുറവും നമുക്ക് നമ്മുടെ BPs വരുത്തിയിട്ടില്ല. എൻ്റെ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ഈ കോർട്ട്യാർഡാണ്. അത് നല്ല സിറ്റിംഗ് സ്പേസോട് കൂടിയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഒരു ടേബിൾ, 2 ചെയർ ഉണ്ട്, അതേപോലെ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്, ജാലി വർക്കൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പം ഈ ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ ഞാൻ സലിമയ്ക്കയോട് പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചു ഒന്നാണ്. അപ്പം നമ്മുടെ ഈ വീടെന്നുള്ളൊരു ഡ്രീം നമുക്ക് നല്ല രീതിയിൽ ചെയ്തു തന്ന സലിമയ്ക്ക് നല്ലൊരു താങ്ക്സ്. എന്നെ സംബന്ധിച്ചോളം നമ്മൾ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കുടുംബത്തോടുള്ള കടപ്പാട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതി കേട്ടോ. അതിപ്പോൾ ശിവോയ ആയിക്കോട്ടെ, ലിനി ആയിക്കോട്ടെ, എൻ്റെ മോളെ പോലുള്ള ലച്ചു ആയിക്കോട്ടെ, നമുക്ക് ഈ വീടിനോടുള്ള ഒരു ബന്ധം പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പറയാം. അത് മാത്രമല്ല എപ്പോഴും നമുക്ക് കയറി വരാൻ പറ്റുന്ന വീട് അല്ലേ ശിവോയ്? അതെ, ഉറപ്പായിട്ടും. കാരണം ഞങ്ങൾ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഒരു കോൺട്രാക്ടർ എന്നുള്ള രീതിയിലൊന്നും അല്ല ഞങ്ങൾ സലീം ഭായിയെ കണ്ടിരിക്കണം. കാരണം ഞങ്ങളുടെ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം മുതൽ ഈ അവസാന ഘട്ടമൊന്നുമല്ല, ഞങ്ങൾ കയറി ഇതിനകത്ത് താമസിച്ച് കഴിഞ്ഞു. അപ്പോഴും നമുക്ക് എന്ന് വേണമെങ്കിലും സലിമിക്കയ്ക്ക് എന്ന് വേണമെങ്കിലും ഇവിടെ നമ്മുടെ ഈ വീട്ടിൽ വരാം. കാരണം നമ്മുടെ ഒരു അതിഥിയെ പോലല്ല, ഞങ്ങളൊരു വീട്ടുകാരനെ പോലെ എന്നും സലിമിക്കയ്ക്ക് ഇവിടെ കയറി വരാൻ സാധിക്കും. അത് സാധിക്കുമെന്നല്ല, സാധ്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇനി ഞങ്ങൾ മുന്നോട്ട് ഞങ്ങൾക്ക് ഇനിയും എന്താ പറയുക, ജഗദീശനും ഞങ്ങൾക്ക് ഇനിയും ഒരു അവസരം. കാരണം ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു വീട് എൻ്റെ മോന് വേണ്ടിയാണെങ്കിൽ എൻ്റെ മോൾക്ക് വേണ്ടിയും എനിക്ക് അപ്പോൾ ഇനിയും ഒരു വീട് വെക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ അതും ഞാൻ ഞങ്ങളുടെ സഹോദരനായ സലിമിക്കെ കൊണ്ടായിരിക്കും ചെയ്യിക്കുന്നത്. അത് ഇതിലും ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ സലിമിക്ക ചെയ്തു തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞങ്ങൾ ഒരു കോളനിയിൽ, ഇവിടെ ഒരു വീട് ചെയ്യുന്ന ഈ കോളനിയിൽ നമ്മൾ വീട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഞങ്ങൾ ലോങ്ങിൽ നിന്ന് വരില്ല, തൃശ്ശൂർക്കാരാണല്ലോ. അപ്പോൾ ലോങ്ങിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് വീട് നിർമ്മാണം നമ്മൾ തുടങ്ങുന്ന സമയത്ത് എന്താ തൃശ്ശൂർക്കാർക്ക് ഇതിനെ വർക്ക് കൊടുത്താൽ അല്ലെങ്കിൽ ആ ഒരു പരിചയം ഉണ്ടോ എന്നുള്ള കുറേ ഇതുണ്ടായിരുന്നു. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ആദ്യം തന്നെ ആദ്യം തന്നെ ഞങ്ങളോട് പറഞ്ഞ എന്നാന്നറിയാവോ, നമുക്കൊരു പരിചയം ഇല്ലാത്ത ഒരാൾ, ആ പുള്ളി പിന്നെ ഇവിടെ വന്ന് ഈ പണി ചെയ്യുമ്പോൾ അപ്പം ഇങ്ങനെ പണി തുടങ്ങിയപ്പോഴേ പലരും നിങ്ങൾ തമ്മിൽ മിക്കവാറും ഉടക്കി പിരിയോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ലെന്നുള്ളതാണ്. കാരണം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഒരു സ്വന്തം വീട് പണിയണത് പോലെ തന്നെയാണ് സലിമിക്ക് എല്ലാ വർക്കുകളും. കാരണം ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ
ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഞാനും വന്ന് നോക്കുമായിരുന്നു. അപ്പം സലിമിക്ക നേരിട്ട് വരാറില്ലെങ്കിലും സലിമിക്കയുടെ ആൾക്കാർ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അവരുടെ ഒരു പിന്നെ സാന്നിധ്യത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പണി നടന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾ അതിലൊക്കെ വളരെ പൂർണ്ണ തൃപ്തരാണ്. വളരെയധികം സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടിയാണ് ഞങ്ങളുടെ ഈ വീട് പണി കഴിഞ്ഞിട്ടുള്ളത്. അല്ല, അതിൽ എന്നെക്കാട്ടി കൂടുതൽ നമ്മുടെ ഷമീർ പറഞ്ഞ നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ ഇപ്പോൾ ലിനിയുടെ ആയിക്കോട്ടെ, ഷിബുവായിട്ടായിക്കോട്ടെ, നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെയാണ് അവൻ ആ വീട് ചെയ്തതെന്ന് കേട്ടോ. കാരണം അവന് ഇതിലിപ്പോൾ ഈ ഒരു കോർട്ട്യാർഡൊക്കെ അതിൻ്റെ നിർണായക പങ്കുവഹിച്ചതാണ്. ഏത് കാർ പോർച്ച് അതേപോലെ തന്നെ ഇതൊരു ഫൈനൽ സ്റ്റേജിലാണ്. ഇവിടെയുള്ള ഒരാൾക്കറിയില്ല ഈ കാർ പോർച്ച് ഇങ്ങനെ വരികയെന്ന്. അറിയില്ലായിരുന്നു. അതൊരു ഫിനിഷ് സ്റ്റേജിലാണ് കാർ പോർച്ച് വന്നിരിക്കുന്നത്. ഞങ്ങൾ പോലും ഇങ്ങനെ ഒരു കാർ പോർച്ച് അല്ല ഞങ്ങൾ കണ്ടത്. കാർ പോർച്ച് ശരിക്കും നമ്മുടെ ഒരു ഹൗസ് വാമിങ്ങിനൊക്കെ ഒരു ഏറ്റവും ഒരുപാട് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത് പറയാം. അതെ, ഒരുപാട് ഞങ്ങൾക്ക് ആ ഒരു കാർ പോർച്ച് കൊണ്ട് നമുക്ക് എന്തോ ഒരു ഫംഗ്ഷൻ പോലും നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണത് അവിടെ. സത്യം പറയട്ടെ, കോട്ടയം ജില്ലയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിൽ ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ഫാമിലി അടക്കം നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കോട്ടയം ജില്ലയിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു 12ാമത്തെ വീടത്. അതിലെ ഏറ്റവും നല്ല വീട് അല്ലെങ്കിൽ മനോഹരമായ വീട് എല്ലാം കൊണ്ടും പിന്നെ ഒരു 2000 സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരുന്നൊരു വീട് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഇനിയും ഞങ്ങൾക്ക് ഒത്തിരി വീടുകൾ നിങ്ങളുടെ കെയർ ഓഫിലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം ഇവിടെ ഹൗസ് വാമിങ് ഉറപ്പായിട്ടും കിട്ടും, സലിമിക്കയ്ക്ക് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹൗസ് വാമിങ് വന്ന ആളുകളെന്ന് പറഞ്ഞാൽ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഈ വീടെന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു എക്സ്പെക്റ്റേഷന് അപ്പുറമായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇതാരെ ചെയ്തത് അതാണ് അവർക്ക് ആദ്യം അറിയേണ്ടത്. അപ്പം ഞാനിങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്നുള്ള ഒരാളാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരു എന്താ പറയുക, അവരൊന്ന് അന്തം വിട്ടതുപോലെ ആയിപ്പോയി. കാരണം ഞാൻ ഈ കോട്ടയത്ത് കിടക്കണം, ഞാനും നമ്മുടെ കരാറുകാരനായിട്ട് നമുക്ക് കൂടെ വന്നത് സലിമിക്കയാണ്. അപ്പോൾ എങ്ങനെ ഇത്രയും ദൂരെ നിന്നുള്ള ഒരാളെ നമ്മളിവിടെ കൊണ്ടുവന്ന്, അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ ഒരാളുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പണിത വീടാണ്. പക്ഷേ ആ വിശ്വാസം ഒരിക്കലും തെറ്റിയിട്ടില്ലെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ വീട്. കാരണം ആർക്കും ഇനി ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് ഒരു വീട് പണിയുന്ന സമയത്ത് വളരെ എന്താ പറയുക, ഒരു മനസ്സിൽ യാതൊരു ഒരു സംശയം വേണ്ട. നമുക്ക് സധൈര്യം നമുക്ക് സലിമിക്ക് ഏൽപ്പിക്കാൻ പറ്റും. അത് എൻ്റെയും കൂടി ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഉറപ്പാണ് ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും അതെ, നമ്മളിനി ആര് ചോദിച്ചാലും നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് സലിമിക്കാനെ തന്നെയാണ്. തീർച്ചയായിട്ടും അതെ അതെ. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ഇനിയും ഒരുപാട് വീടുകൾ നിർമ്മിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം ഇത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.